നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാരിലെ ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷനാണ്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഇന്ത്യൻ റെയിൽവേസിന് കീഴിലുള്ള ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ വിവിധ തസ്തികകളിലായിട്ട് 642 ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ഇതുപോലെ ഇൻഫർമേഷൻസ് ഇനിയും ലഭിക്കാൻ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യണം. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ റെയിൽവേക്ക് കീഴിലുള്ള ഒരു കോർപ്പറേഷനാണ് ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ളത്. അവിടെ നിലവിലുള്ള വിവിധ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. 642 ഒഴിവുകളാണുള്ളത്. ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ള. 2025 ജനുവരി 18 മുതൽ 2025 ഫെബ്രുവരി 16 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും എന്ന കാര്യം മനസ്സിലാക്കുക. കറക്ഷൻ വല്ലതും വേണമെങ്കിൽ ഫെബ്രുവരി 23 27 ഒരു കറക്ഷനുള്ള അവസരമുണ്ട്. അതിനുശേഷം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ 2 ലെവലുണ്ട്. ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജ് എക്സാമിനേഷൻ ഏപ്രിൽ 2025 ഒരു സ്ക്രീനിങ്ങിന് വേണ്ടിയാണ്. അങ്ങനെ സ്ക്രീൻ ചെയ്തെടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടി രണ്ടാമത് ലെവൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട്. അത് ഓഗസ്റ്റിലായിരിക്കും നടത്തുക. അതിനുശേഷം ചില പോസ്റ്റിലേക്ക് ഇന്റർവ്യൂ അല്ലെങ്കിൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്. അതിലേക്ക് അത് ഒക്ടോബർ നവംബറിലേക്കായിരിക്കും നടത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഡീറ്റെയിൽസ് പറയാം. https:/dfccil.com എന്ന സൈറ്റിന്റെ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുക. നിങ്ങൾ ഇടയ്ക്ക് അപ്ലൈ ചെയ്യാൻ ഇടയ്ക്ക് സൈറ്റ് സന്ദർശിക്കുക. എല്ലാ ഡീറ്റെയിൽസ് ഇടയ്ക്ക് വരുന്നതായിരിക്കും. അപ്ഡേറ്റ്സ് ഒക്കെ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ പോസ്റ്റിന്റെ ഡീറ്റെയിൽസും ക്വാളിഫിക്കേഷൻസും നമ്മൾ നോക്കി. ആദ്യത്തെ പോസ്റ്റ് ജൂനിയർ മാനേജർ പോസ്റ്റിലേക്കാണ്. 50,000 മുതൽ 1,60,000 എന്ന സ്കെയിലാണ് ശമ്പളം ലഭിക്കുക. അതിനുവേണ്ട ജൂനിയർ മാനേജർ ഫൈനാൻസിലേക്ക് 3 ഒഴിവുകളാണ്. അതിനുവേണ്ട യോഗ്യത CA അല്ലെങ്കിൽ CMA പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അതേപോലെ നല്ല കാഴ്ചശക്തിയൊക്കെ ഉണ്ടായിരിക്കണം. അതുപോലെ എക്സിക്യൂട്ടീവ് ആണ് രണ്ടാമത്തെ പോസ്റ്റ്. 30,000 മുതൽ 1,20,000 എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക. അതിലേക്ക് വേണ്ട യോഗ്യത, അതായത് ക്വാളിഫിക്കേഷൻസും ഡീറ്റെയിൽസും പറയുകയാണെങ്കിൽ എക്സിക്യൂട്ടീവ് സിവിൽ എഞ്ചിനീയറിംഗിന്റെ വേക്കൻസികളാണ്. 36 വേക്കൻസികളാണുള്ളത്. 16 എണ്ണം അൺറിസർവ്ഡ് ആണ്. അതിലേക്ക് 3 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗിലോ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിലോ സിവിൽ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ, സിവിൽ എഞ്ചിനീയറിംഗ് പബ്ലിക് ഹെൽത്ത്, സിവിൽ എഞ്ചിനീയറിംഗ് വാട്ടർ റിസോഴ്സ്, അങ്ങനെയുള്ള സിവിൽ എഞ്ചിനീയറിംഗിന്റെ വിവിധ ബ്രാഞ്ചുകളിലുള്ള ഡിപ്ലോമ 3 വർഷത്തെ ഡിപ്ലോമ 60% മാർക്കുടെ പാസ് അവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അല്ലെന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് ബിരുദം സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. 60% മാർക്ക് അതിന് കാര്യം ഓർത്തിരിക്കുക. രണ്ടാമത്തെ പോസ്റ്റ് എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ എന്നുള്ളതാണ്. അതിലേക്ക് 64 ഒഴിവുകളാണുള്ളത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ, പവർ സപ്ലൈ, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, അപ്ലൈ ഇലക്ട്രോണിക്സ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെന്റേഷൻ, പവർ ഇലക്ട്രോണിക്സ്, അങ്ങനെയുള്ള വിവിധ ബ്രാഞ്ചുകളിലെ ഡിപ്ലോമ 3 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ 60% മാർക്കുടെ പാസ് അവർക്ക് അപേക്ഷിക്കാൻ കഴിയും. എഞ്ചിനീയറിംഗ് ബിരുദമുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും ബന്ധപ്പെട്ട മേഖലയിൽ. അടുത്ത എക്സിക്യൂട്ടീവ് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷന്റെ 75 ഒഴിവുകളാണുള്ളത്. അതിലേക്കുള്ള യോഗ്യതയും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് ആൻഡ് കൺട്രോൾ സിസ്റ്റം തുടങ്ങിയ വിവിധ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലുള്ള 3 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ 60% മാർക്കുടെ പാസ്സാക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. അല്ലാന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് ബിരുദം ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത മൾട്ടി ടാസ്ക് സ്റ്റാഫാണ്. ശമ്പള സ്കെയിൽ 16,000 മുതൽ 45,000 എന്ന സ്കെയിലാണ് ശമ്പളം ലഭിക്കുക. ഇതിന് വേണ്ട ആകെ ഒഴിവുകൾ 464 ഒഴിവുകളുണ്ട് മൾട്ടി ടാസ്ക് സ്റ്റാഫിന്റെ. അൺറിസർവ്ഡ് ആണ് 194 എന്ന കാര്യം മനസ്സിലാക്കുക. ഇതിനുവേണ്ട യോഗ്യത 10ാം ക്ലാസ് പാസ്സായിരിക്കുക. അതോടൊപ്പം ITI സർട്ടിഫിക്കറ്റ് 60% മാർക്കുടെ ITI NCVT അല്ലെങ്കിൽ SCVT സർട്ടിഫിക്കറ്റ് പാസ്സായിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുക എന്ന കാര്യം മനസ്സിലാക്കുക. പ്രധാനപ്പെട്ട തീയതികളെ ക്ലോസിംഗ് ഡേറ്റ് ആയ 2025 ഫെബ്രുവരി 16 ക്വാളിഫിക്കേഷൻസ് അറ്റൈൻഡ് ചെയ്യുന്നവർ മാത്രമേ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഏജ് ലിമിറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ജൂനിയർ മാനേജർമാർക്ക് 18 മുതൽ 30 വയസ്സ് വരെയും, എക്സിക്യൂട്ടീവിന് 18 മുതൽ 30 വയസ്സ് വരെയും, MDSന് 18 മുതൽ 33 വയസ്സ് വരെയും അപേക്ഷിക്കാൻ കഴിയും. SC SC കാരായവർക്ക് 5 വർഷവും, OBC നോൺ ക്രിമിനലായിട്ടവർക്ക് 3 വർഷവും, ഡിസബിലിറ്റി ഉള്ളവർക്ക് 10 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്ന കാര്യമായിരിക്കും എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ശമ്പള സ്കെയിലും അനുസരിച്ച് അത് പുറമെ വിവിധ അലവൻസുകളും ലഭിക്കുന്നതായിരിക്കും. ഇന്ത്യയിലെ DFCCIന്റെ കീഴിലുള്ള ഏത് ബ്രാഞ്ചിലും വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക. കരിയർ പ്രോസ്പെക്ട്സ്, പ്രൊമോഷൻ സാധ്യതകളൊക്കെ ഉണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. സെലക്ഷൻ പ്രോസസ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ജൂനിയർ മാനേജർ, എക്സിക്യൂട്ടീവ് സിവിൽ, എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ, എക്സിക്യൂട്ടീവ് SNT, അതിന് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ഇതിനെല്ലാം സ്റ്റേജ് 1 സ്റ്റേജ് 2 എക്സാമിനേഷൻ ഉണ്ട്. അത് കൂടെ മൾട്ടി ടാസ്ക് തവണ അതെല്ലാം ടെസ്റ്റ് കൂടാതെ അവർക്കൊരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് കൂടി ഉണ്ടായിരിക്കും എന്ന കാര്യമാണ് പ്രത്യേകം ഓർത്തിരിക്കുക. ഫസ്റ്റ് സ്റ്റേജ് സ്ക്രീനിങ് ടെസ്റ്റ് ആയിരിക്കും. അതിനുശേഷം സ്ക്രീൻ ചെയ്ത് കിട്ടുന്നവർക്ക് വേണ്ടിയായിരിക്കും രണ്ടാമത്തെ ലെവലില് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കുക.
അത് പാസ്സാകുന്നവർക്കാണ് ഫൈനൽ നിലവിലേക്ക് കടക്കുക എന്ന് ഓർത്തിരിക്കുക. സെക്കൻഡ് സ്റ്റേജിലേക്ക് മാത്തമാറ്റിക്സ് ആൻഡ് ന്യൂമറിക്കൽ പറ്റി 30 ചോദ്യങ്ങൾ, ജനറൽ അവയർനെസ് 15 ചോദ്യങ്ങൾ, ജനറൽ സയൻസ് 15 ചോദ്യങ്ങൾ, ലോജിക്കൽ റീസണിംഗ് ആൻഡ് ജനറൽ ഇന്റലിജൻസ് 30 ചോദ്യങ്ങൾ, നോളജ് അബൌട്ട് റെയിൽവേ അല്ലെങ്കിൽ DFCCIയിലെ 10 ചോദ്യങ്ങളാകെ 100 ചോദ്യങ്ങളായിരിക്കും പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുക. ഫസ്റ്റ് സ്റ്റേജ് CBT പറഞ്ഞത്. സെക്കൻഡ് സ്റ്റേജ് CBT അതുപോലെ 120 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിനകത്ത് 1 മാർക്ക് വെച്ചുള്ളതായിരിക്കും ലഭിക്കുക എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അതേപോലെ MTS ആൻഡ് മൾട്ടി ടെസ്റ്റ് അവർക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിംഗ് കൂടെ ഉണ്ടാവും. അത് ഇവിടെ പാസ്സാകാനുണ്ടായിട്ടുണ്ട്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. എക്സാമിനേഷൻ സിറ്റീസ് പറയുകയാണെങ്കിൽ കേരളത്തിലെ സെന്ററുകൾ തിരുവനന്തപുരം മാത്രമാണ് കേരളത്തിൽ സെന്ററിൽ. ഇന്ത്യയിലെ വിവിധ സെന്ററുകളിൽ എക്സാം ഉണ്ട്. കേരളത്തിലെ തിരുവനന്തപുരം മാത്രമാണ് എക്സാമിനേഷൻ സെന്റർ ആയിട്ടുള്ളത് എന്ന കാര്യം പ്രത്യേകത. അപേക്ഷാ ഫീസ് ഉണ്ട്. ജൂനിയർ മാനേജർ എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിലേക്ക് 1000 രൂപയാണ് അപേക്ഷാ ഫീസ്. അൺറിസർവ്ഡ് ആയിട്ടുള്ളവർക്കും OBC-കാർക്കും നോൺ ക്രിമിനൽ ആയിട്ടുള്ളവർക്കും എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ഉള്ളവർക്കും 1000 രൂപയാണ് അപേക്ഷാ ഫീസ്. എന്നാലുണ്ടെങ്കിൽ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ആണെങ്കിൽ 500 രൂപ അപേക്ഷാ ഫീസ് ഉള്ളൂ. എന്നാൽ SC/ST-കാരായിട്ടുള്ളവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും എക്സ് സർവീസ്മെന്റിനും ട്രാൻസ്ജെൻഡർ കാൻഡിഡേറ്റ്സിനും അപേക്ഷാ ഫീസ് ഒഴിവാക്കി എന്ന കാര്യം കൂടി പ്രത്യേകം ഓർത്തിരിക്കുക. അപേക്ഷിക്കാനായിട്ട് ഡീറ്റെയിൽസ് വെബ്സൈറ്റ് വഴി വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. www.dfccil.com എന്ന സൈറ്റിൽ നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ. ഈ സൈറ്റിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. ഓൺലൈൻ മോഡുള്ള അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഫീസും ഓൺലൈനായിട്ട് തന്നെ അടയ്ക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോ ഷെയർ ചെയ്യാനുള്ള. ഇത്രയും വീഡിയോ പൂർണ്ണമായും കണ്ടില്ലെന്ന് രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ലഭിക്കാൻ നിങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഫെബ്രുവരി 16 താല്പര്യമുള്ളവരെല്ലാം എലിജിബിൾ ആയിട്ട് അപ്ലൈ ചെയ്യും.